കഴിഞ്ഞിറങ്ങുമ്പോ നമ്മുടെ മുഖത്തൊരു തേജസ് ഉണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന എന്താ പ്രാർത്ഥിക്കണ്ടേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം, നിന്റെ നാമം ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ വിശുദ്ധീകരിക്കപ്പെടണം. ദൈവനാമത്തിന് വിശുദ്ധി വരാത്ത, പുകഴ്ച വരാത്ത ഒരു കാര്യവും പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഓർക്കണം, ഈ കാര്യം ഞാൻ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ നാമത്തിന് വല്ല പുകഴ്ചയുണ്ട്. ഹല്ലേലൂയ. എന്റെ നാമത്തിന്റെ ക്രെഡിറ്റാണ് ആ വിഷയം വിട്ടിട്ട് ദൈവനാമത്തിന് പുകഴ്ച വരുന്ന കാര്യം എന്ത് ചെയ്യാവുള്ളൂ? നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ച് ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മുടെ മനോഭാവം ഇന്ന് പകൽക്കാലം ഒന്ന് മാറാം. വാക്കി വായിക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിച്ച്, ദൈവം നോക്കുന്നത് പ്രാർത്ഥിക്കാനിരിക്കുന്നവന്റെ മനോഭാവം. സ്തോത്രം, സ്തോത്രം. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി നിന്നു. ഒരുത്തൻ പ്രാർത്ഥിച്ച്, ദൈവമേ, ഞാൻ ഈ നിൽക്കുന്നവനെ പോലെ അല്ലായകയാൽ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ ആഴ്ച 2 ദിവസം ഉപവസിക്കുന്നു, കിട്ടുന്നതിനെല്ലാം പ്രസാരം കൊടുക്കുന്നു, പ്രൈസലോ എന്നെല്ലാം സ്വയം നീതീകരിച്ചോണ്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. മറ്റോൻ ഒറ്റ അടി നെഞ്ചത്തോട്ട് അടിച്ചു. എന്നിട്ട് 2 വാക്ക് പറഞ്ഞു, അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി. മറ്റോനോ പ്രൈസലോ. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. ഭിക്ഷ കൊടുക്കുമ്പോ കപടഭക്തിക്കാരെ പോലെ ഭിക്ഷ കൊടുക്കരുത്. ഉപവസിക്കുമ്പോ കപടഭക്തിക്കാരെ പോലെ ഉപവസിക്കരുത്. അപ്പൊ എല്ലാം നമ്മുടെ മനോഭാവമാണ് ആര് നോക്കുന്നത്? എത്ര നേരം പ്രാർത്ഥിച്ചെന്നുള്ളതല്ല, പ്രാർത്ഥിച്ചവന്റെ മനോഭാവം എങ്ങനെയായിരുന്നു. 2, പ്രാർത്ഥനക്കാരന്റെ ലക്ഷ്യം ശരിയായിരുന്നു. നിന്റെ ലക്ഷ്യം ശരിയല്ലെങ്കിൽ എന്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് 0 മാർക്ക് തരുന്നു. 3, പ്രാർത്ഥിക്കുന്നവനെ പ്രതീക്ഷ കർത്താവ് നോക്കുന്നു. ഹലോ, നീ ഒരു ശരിയായ പ്രതീക്ഷയോടാണോ ഇരിക്കുന്നത്? പണ്ട് വല്യമ്മ പ്രാർത്ഥിക്കാതിരുന്ന പോലെ ആണോ എന്ന് എല്ലാവരും കർത്താവ് നോക്കുന്നുണ്ട്. വല്യമ്മ വാക്യം കേട്ട് ഭയങ്കര സന്തോഷമായി വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ മുമ്പിലെ മലയോട് മാറി കടലിൽ പോകാൻ പറഞ്ഞ് എന്ത് ചെയ്യും? മതി പ്രാർത്ഥന ഉണ്ടെങ്കിൽ രാത്രി മൊത്തം അറിഞ്ഞെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. സ്തോത്രം. പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് നോക്കിയപ്പോ മലയോട് നിൽപ്പുണ്ട്. അന്നേരം അല്ലേലും എനിക്കറിയായിരുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ പ്രതീക്ഷ. ഹല്ലേലൂയ. അപ്പൊ അമ്മച്ചിക്ക് അറിയാമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചാൽ എന്തോ പോകത്തില്ല. പിന്നെ അമ്മച്ചി എന്ത് ചെയ്തതാ? അപ്പൊ അങ്ങനെ ചുമ്മാതെ പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാകും എന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? എല്ലാരും പ്രാർത്ഥിച്ച് ഞാനും ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയൊക്കെ ഒക്കുന്നെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് കാര്യമില്ല. നിനക്ക് ശരിയായ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്ത് തരും? മറുപടി തരും എന്ന് നീ വിശ്വസിച്ചാൽ ദൈവം നിനക്ക് മറുപടി തരും. ഹല്ലേലൂയ. മറുപടി തരുന്ന ഒരു വിഷയമാണെങ്കിൽ അതിലൂടെ ആരുടെ നാമം മഹത്വപ്പെടും? കർത്താവിന്റെ നാമം. അപ്പൊ ഏത് പ്രാർത്ഥനയുടെയും പുറകിൽ ആരുടെ നാമം മഹത്വപ്പെടണം? ഞാൻ ഒരു ദൈവദാസനെ ഒരിടത്ത് പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി 3 പ്രാവശ്യം വിളിച്ചു. എന്റെ കൂടെ താമസിക്കുക. അപ്പൊ ആ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഒരു ഗുരുതരമായ വിഷയമാണ്. രോഗിയായി വളരെ സീരിയസ് ആയി കിടക്കുകയാണ്. സഭ മൊത്തം പോയി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എന്റെ കൂടെ അസിസ്റ്റന്റുമാരായിട്ട് 9 പേര് പാസ്റ്റർമാരുണ്ട്. അവരെല്ലാം കുത്തിയിരുന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഞാനും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു വിടുതൽ അങ്ങോട്ട്. അപ്പൊ ഈ അദ്ദേഹം ദേവദാസൻ വളരെ രോഗശാന്തി വനപ്രാർത്ഥനായ നല്ലൊരു ദേവദാസനാണ്. ഞാൻ പറഞ്ഞു അവിടെ വരെ വരണം. അദ്ദേഹം പറഞ്ഞു വരാം, രാവിലെ ആട്ടപ്പാ, പിന്നെ പറഞ്ഞു ഉച്ചയ്ക്കാട്ടപ്പാ, പിന്നെ പറഞ്ഞു വൈകിട്ടാണ്. പുള്ളി ഇങ്ങനെ പറഞ്ഞു എന്ത് ചെയ്യാണ്, ഉഴപ്പാണ്. ഒരു പ്രാവശ്യം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യുന്നില്ല. പുള്ളി മുടിക്കാൻ നിന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഏറ്റവും ഞാൻ പറഞ്ഞു പാസ്റ്റർ ഇന്നൂടല്ല ഉള്ളോ വരുന്നെങ്കിൽ അന്നേരം പറഞ്ഞു അവിടെയുള്ള പ്രാർത്ഥനക്കാരെല്ലാം പോയോന്ന്. ഞാൻ പറഞ്ഞു അവരെല്ലാം പോയി. എല്ലാം പോയെങ്കിൽ ഇപ്പോൾ അവിടെ നമുക്ക് പോകാം. പാസ്റ്റർ മാത്രമേ കാണാവൂ, വേറെ ആരും അവിടെ കാണാൻ പാടില്ല. ഞാൻ എൻ്റെ പാസ്റ്ററിനെ ആരാധിക്കാനൊക്കെ ഒരു പറഞ്ഞു. സ്തോത്രം. അവർ ഇത്രയും നേരം പ്രാർത്ഥിച്ചത്, കർത്താവേ
ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? സൗഖ്യമാണ്. അതുമുള്ള ക്രെഡിറ്റ് ആർക്ക് വേണം? അവരുടെ മനോഭാവം ഞാനിവിടെ പ്രാർത്ഥനയെ കണ്ടു. സ്തോത്രം. അതുകൊണ്ടാണ് ഇതുവരെ സൗഖ്യം എന്ത് ചെയ്യാൻ നടക്കാൻ. അതുകൊണ്ട് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് കർത്താവിനായിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് അവരെല്ലാം പോയി കഴിയുമ്പോൾ ഞാൻ വരാമെന്ന്. ഇവരെല്ലാം പോയി ദൈവദാസൻ അവിടെ ചെന്നു. ഒരു 2 വാക്കേ പ്രാർത്ഥിച്ചുള്ളൂ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ ഇവരെന്ത് ചെയ്തു? സ്തോത്രം. പണ്ട് വാര്യാപുരം ജോനാച്ചായന് കൂട്ടത്തിൽ ഒരു ബൈബിൾ കോളേജ് സ്റ്റുഡന്റ് കൂടെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് പോയി. ആ ശുശ്രൂഷയ്ക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോനാച്ചാന്റെ ശുശ്രൂഷയുടെ ഭൂതമിളകിയ ഭൂതത്തെ ജോനാച്ചായൻ ശാസിച്ചു. ആ ഭൂതം അവനെ വിട്ടുപോയി. പൂർണ്ണ സൗഖ്യം ആ കുഞ്ഞിനുണ്ടായി. ആ കുടുംബത്തിന് വലിയ വിടുതൽ ഉണ്ടായി. പിറ്റേ ഞായറാഴ്ച ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സഹോദരൻ അവരുടെ സഭയിൽ ചെന്നിട്ട് പ്രസംഗിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് കിട്ടും. ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസിന് കൊടുക്കുമല്ലോ. അപ്പം അതേപോലെ കൃപയാൽ കഴിഞ്ഞ ആഴ്ച ഞാനും ജോനാച്ചാനും ഒരുമിച്ച് എൻ്റെ വീട്ടിലായിരുന്നു. ആ ശുശ്രൂഷ മധ്യം ഭൂതം ഇളകി ഞങ്ങളെ സാധിച്ചു. ആ ഭൂതം അവനെ എല്ലാം കൂടെ കിട്ടുമ്പോൾ സഭ ധരിച്ചതാണ് ഇവൻ പ്രസംഗിച്ചപ്പോൾ. അപ്പൊ ഇങ്ങനെ കെയർ ഓഫിൽ മഹത്വപ്പെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം. ദൈവത്തിന് ആരുടെ കെയർ ഓഫിൽ മഹത്വപ്പെടുക്കുന്നത് ഇഷ്ടമല്ല. ബാക്കിയെല്ലാം ദൈവം എല്ലാവരും കൊടുത്തവനാ. ദൈവം തന്നെ പുത്രനെ നമുക്ക് എടുത്ത അതികൂടുതൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പുത്രൻ തന്റെ സ്നേഹം മൊത്തം ആർക്ക് തന്നു. പുത്രൻ രക്തം മുഴുവൻ ആർക്ക് തന്നു. തന്റെ ശരീരം ആർക്ക് തന്നു. ഇതെല്ലാം തന്നെങ്കിലും ഒരു കാര്യം ഇതുവരെ തന്നിട്ടില്ല, ഇനിയോട്ട് തരുത്തുമില്ല. സ്തോത്രം. ബാക്കിയെല്ലാം തന്നേക്കുവാണ്. സ്വർഗവും നമുക്ക് തരികയാണ്. പക്ഷെങ്കിൽ തന്റെ മഹത്വം മാത്രം. നീ പ്രാർത്ഥിച്ചോ, വിടുതൽ പ്രാപിച്ചോ, പക്ഷെ മഹത്വം എല്ലാം ആർക്കായിരിക്കും? ദൈവത്തിന് തന്റെ നാമത്തിന് തക്ക മഹത്വം നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെടുത്തുവാൻ നീ തയ്യാറായാൽ അവിടെ ദൈവം വെളിപ്പെടുവാൻ. നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന വളരെ ശാന്തമായി പഠിക്കണം. ഞാൻ നിങ്ങളെ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാം. 17-ാം അധ്യായം മത്തായി സുവിശേഷം. അതിന്റെ 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ 17-ാമത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 5 വരെ. 6 ദിവസം കഴിഞ്ഞ ശേഷം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 5 വരെ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നമുക്ക് പറഞ്ഞു തന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും. നിങ്ങൾ വായിക്കണം. നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ അതിനകത്ത് ഒരു ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം, സമയമില്ലാത്തത് കൊണ്ട്. 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ അവൻ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം. നമ്മൾ 6 മുതൽ 19 വാക്യം വായിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കുകയാണ്? തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിച്ച ശേഷം താൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 20 മുതൽ 26 വരെയുള്ള വാക്യം മുഴുവൻ ലോകത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്? കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അതിന്റെ 4 കാര്യങ്ങൾ ആ അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വീട്ടിൽ പോയി വായിക്കണം. 1 11 മുതൽ 15 വരെ വായിക്കുമ്പോൾ കർത്താവെ ദുഷ്ടന്റെ കയ്യിൽ ഇവരെ ഏൽപ്പിക്കും. സ്തോത്രം. ശ്രദ്ധിച്ച പ്രാർത്ഥനയ്ക്കകത്ത വാദ്യങ്ങൾ കർത്താവെ ദുഷ്ടന്റെ കയ്യിൽ ഇവരെ ഏൽപ്പിക്കരുത്. 2 13-ാമത്തെ വാക്യം അവർക്ക് സന്തോഷം ഉണ്ടാകണം. കർത്താവിന്റെ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമുക്ക് എന്തോ ഉണ്ടാകണം? സന്തോഷം ഉണ്ടാകണം. സ്തോത്രം. ഇപ്പൊ ദൈവദാസനെ ഓർപ്പിച്ചതുപോലെ കാറും വീടും സ്തോത്രം മക്കളും ഭർത്താവും ജോലി എല്ലാം കിട്ടും. നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഇരിപ്പ് കണ്ട അറിയാം. സ്തോത്രം. നമുക്ക് വാസ്തവത്തിൽ ദൈവസന്നിധി വന്ന് എന്തോ ചെയ്യാൻ ഒക്കുന്നില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. നമുക്കെന്നും പ്രശ്നങ്ങളാണ്, എന്നും ഭാരങ്ങളാണ്. സ്തോത്രം. പക്ഷെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ചങ്ങലക്കിട്ട ഭക്തൻ പറയുന്ന എന്നേരും
സന്തോഷിക്കും.